ഹലോ. ലാസ്റ്റ് ടൈം ചേച്ചിയും മക്കളൊക്കെ വന്ന ടൈമിൽ വെക്കേഷന് ഞങ്ങൾ കാവെന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് ഫീൽഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസാണ് അവിടെ. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നേ. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ ഒരു പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നേ. ആ ബോൾ ശരിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് അവിടെ താഴെ കാണുന്ന ബോക്സിൽ വേണം. ബാക്ക്ഗ്രൗണ്ട് നേട്ടം നല്ല മോട്ടിവേഷനാണ്. അങ്ങനെ ചെയ്യും, എനിക്ക് 2 തവണ 3 തവണ ചെയ്തിട്ടും എൻ്റെത് ഫ്ലോപ്പായിരുന്നു, ഫ്ലോപ്പായിരുന്നു. നമുക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് മോട്ടിവേഷൻ തരണമെന്ന് പറഞ്ഞ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവർ ട്രയലൊന്നും തരില്ല, ഡയറക്റ്റ് ചെയ്യാനാണ് പറയുക. 200 എന്തോ ആണ്. അപ്പോൾ ഏട്ടനും ട്രൈ ചെയ്തു, ഏട്ടനെ കൊണ്ടും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സീറ്റിലോട്ട് വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു, പറയാൻ വയ്യ. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ഇല്ലെങ്കിലും ക്വാളിറ്റി വൈസ് നല്ല അടിപൊളിയായിരുന്നു. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ പറയണേ. ഞങ്ങൾ ഈ ഒരു ഏരിയയിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവിടെ വേറെയും ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്സുള്ള സീറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ആദിഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ തന്നെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഒരു പീസ് കേക്കോ അങ്ങനെ എന്തോ ആയിരുന്നു, തിരുമിസോ ആണോ എന്ന് ഓർക്കുന്നില്ല, വാങ്ങിച്ചു. ഞങ്ങളത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പിള്ളേരുടെയും ചേച്ചീൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. ഇതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ആംബിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ കൊളീഗ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായാലും കാവ് നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ഔട്ട്.